ഹിഷാമ് പൊതുവിൽ ഇത്രയും ബുദ്ധിയുള്ള ആളാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല കേട്ടോ. ഹിഷാമ് വളരെ പാവപ്പെട്ട മാനേജർ നയിക്കുന്ന ഒരു ആളായിട്ടാണ് മനസ്സിലായത്. ഇത് മാനേജർ നയിക്കുന്ന ആളല്ല, ഇത് വേറെയാണ്. ബുദ്ധിമാനാണ്. അപ്പം ആയിഷയ്ക്കുള്ള കുറച്ച് ഗുണങ്ങൾ ശരിക്കും ഹിഷാം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ആയിഷയുടെ ഗുണങ്ങൾ വെച്ചിട്ട് ഹിഷാമിന് തന്നെയാണ് അതിൻ്റെ ഒരു ബൂസ്റ്റ് നേട്ടമൊക്കെ കിട്ടുന്നത്. ആയിഷു വിചാരിക്കുന്നുണ്ട് ഞാൻ ചുവരിലെടുക്കുന്നതുകൊണ്ടാണ്. അല്ല ആയിഷു, ഹിഷാം ചില സമയത്ത് ഞാൻ ചോദിക്കും മ്യൂസിക് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ലേ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. സത്യമാണ്. ആക്ച്വലി മ്യൂസിക് ചെയ്യാൻ അതിന്റെ കാര്യങ്ങൾ മാത്രമേ അറിയൂ. വേറെ ഒരു സാധനം, ഒരു ടേബിൾ ഒന്ന് നീക്കാൻ പറഞ്ഞാൽ പോലും അതെങ്ങനെയാ നീക്കണ്ടേന്ന് അറിയില്ല. എന്താ വെച്ചാൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് നീക്കി വെച്ചാ അവള് നീക്കി വെച്ച സ്ഥലത്താവില്ല അത് വരിക. അതുകൊണ്ട് ഇടപെടാത്തതാണ്. അത് അതിൽ നിന്നും സ്ട്രെസ് കൊടുക്കേണ്ടതാണ്. നിങ്ങളിപ്പോ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കും. വീണ്ടും ആ യൂട്യൂബിൽ മ്യൂസിക് ചെയ്താൽ മതി, അതുകൊണ്ടാണ് ഞാൻ എല്ലാം ബാക്കി ചെയ്യുന്നത്. എനിക്കും അതേ അഭിപ്രായമാണ്. ഈ മനുഷ്യനെ കൊണ്ട് ടേബിൾ ഒന്നും തൽക്കാലം വേണ്ട, പിന്നീട് നമുക്ക് കുറച്ച് പണിയൊക്കെ കൊടുക്കാം. ഞാൻ പറയും വേറെ ഒന്നും ചെയ്യണ്ട, ഇപ്പൊ പാട്ട് മാത്രം ചെയ്താൽ ഇപ്പൊ നമുക്കത് പിഴിഞ്ഞെടുക്കാം, പിന്നെ നമുക്ക് ആ കാര്യത്തിലേക്ക് വരും.